ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷഹനാസ് കുസിൻസ്. ഈദ് സ്പെഷ്യലായിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു തലശ്ശേരി ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഒരുപാട് പൊടികളൊന്നും ചേർക്കാതെ നമ്മൾ ഫ്രഷായി പൊടിച്ചെടുത്തിട്ടുള്ള ബിരിയാണി മസാല മാത്രമാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ചമ്മന്തി, പപ്പടം, അച്ചാർ ഇതൊന്നുമില്ലെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ബിരിയാണിക്ക് വേണ്ടി 1 കിലോ റൈസും 1 കിലോ ചിക്കനുമാണ് എടുത്തിട്ടുള്ളത്. അടുത്തതായി ഗരം മസാല റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി 3 ഏലക്ക, 4-5 ഗ്രാമ്പൂ, 2-3 ഉണക്കമുളക്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ സാജീരകം, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ചെറിയ ഒരു കഷ്ണം ജാതിക്ക, ജാതിപത്രി, ബേ ലീവ്സ്, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, കൂടാതെ 2 ടേബിൾ സ്പൂൺ മല്ലി, 1 സ്റ്റാർ അനീസും കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്ത ശേഷം പൊടിച്ചെടുക്കണം. ഇനി ഒരു കടായിലേക്ക് 3/4 കപ്പ് ഓയിലും 1/3 കപ്പ് നെയ്യും ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇതിലേക്ക് നന്നായി കനം കുറച്ച് സ്ലൈസ് ചെയ്തിട്ടുള്ള 4 സവാള ചേർത്ത് ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 ബാച്ചായിട്ടാണ് നമ്മളിവിടെ സവാള ഫ്രൈ ചെയ്യുന്നത്. ഈ ഒരു കളറിലാണ് നമ്മൾ സവാള ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അടുത്തതായി ഒരു 20 കാഷ്യൂ നട്ട്സ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ച് റേസിൻസും നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഓയിൽ നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ബാലൻസ് വന്നിട്ടുള്ള ഈ ഒരു ഓയിലിൽ തന്നെയാണ് നമ്മൾ ചിക്കൻ മസാലയും ഗീ റൈസും എല്ലാം റെഡിയാക്കുന്നത്. അടുത്തതായി കടായിലേക്ക് 1/3 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇത് ചൂടായി വരുമ്പോൾ കനം കുറച്ച് സ്ലൈസ് ചെയ്തിട്ടുള്ള 5 സവാള ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. സവാള കളറ് മാറേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായി ഒന്ന് വാടി വന്നാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചെടുത്തത് 1/4 കപ്പ്, 8-9 പച്ചമുളക് ചതച്ചെടുത്തത്, ഇതെല്ലാം ചേർത്ത് ആ ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 1 കിലോ ചിക്കൻ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ചിക്കൻ്റെ കളറൊക്കെ മാറി ഒരു വൈറ്റ് കളറായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം 1/4 കപ്പ് നല്ല പുളിയുള്ള തൈര്, ഒരു വലിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തത്, നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഗരം മസാല 1/2 ടീസ്പൂൺ, ഇതെല്ലാം ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഫ്രൈ ചെയ്ത സവാളയിൽ നിന്ന് പകുതി ഭാഗം ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി യോജിപ്പിച്ച ശേഷം മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ചിക്കൻ ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കൈപ്പിടി മല്ലിയില, അതിൻ്റെ പകുതിയോളം പുതിനയില, 1 ചെറുനാരങ്ങ നീര്, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ബിരിയാണിക്കുള്ള ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗീ റൈസ് തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് 1/3 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 പട്ട, 3 ഏലക്ക, 4 ഗ്രാമ്പൂ, 1 സവാളയുടെ പകുതി സ്ലൈസ് ചെയ്തത്, ഇതെല്ലാം ചേർത്ത് കൊടുക്കുക. സവാള ചെറുതായി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് കഴുകി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിട്ടുള്ള 1 കിലോ അരി ചേർത്ത് കൊടുക്കുക. ഇനി അരിയുടെ നിറമൊന്നും മാറാത്ത രീതിയിൽ നന്നായി ഒന്ന് വറുത്തെടുക്കണം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 8 കപ്പ് നല്ല തിളച്ച വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുക. അരി കുതിർത്തി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ റൈസ് ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം 10 മിനിറ്റ് ഇതൊന്ന് മൂടി വയ്ക്കുക. അടുത്തതായി നമുക്ക് ബിരിയാണി ദം ചെയ്തെടുക്കണം. ആദ്യം പാത്രത്തിൽ കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. അതിനുശേഷം റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് ഒന്ന് ലെവൽ ചെയ്ത ശേഷം അതിലേക്ക് സവാള ഫ്രൈ ചെയ്തത്, കുറച്ച് കാഷ്യൂ നട്ട്സ്, കിസ്മിസ്, കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, റോസ് വാട്ടറും സഫ്രോണും മിക്സ് ചെയ്തത്, ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. വീണ്ടും റൈസ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ബാക്കി ഐറ്റംസൊക്കെ റിപ്പീറ്റ് ചെയ്യുക. അവസാനം 1/2 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് ഓയിലും ചേർത്ത് കൊടുക്കുക. ഇനി പാത്രം മൂടിയതിന് ശേഷം മൈദ വെച്ചൊന്ന് സീൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു പഴയ പാനിൻ്റെ മുകളിലായി ബിരിയാണി പാത്രം വെച്ച് കൊടുത്ത് 15 മുതൽ 20 മിനിറ്റ് വരെ ചെറിയ ഫ്ലെയിമിൽ ബിരിയാണി ദം ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ ദം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലത്തെ റൈസ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിലെ പീസസ് എല്ലാം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം.
ബാക്കി വരുന്ന മസാലയിൽ കുറച്ച് റൈസ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് പ്ലേറ്റിൽ സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം മസാലയില്ലാത്ത റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാല മിക്സ് ചെയ്തിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കാം. അതിന് മുകളിലായി കുറച്ച് വൈറ്റ് റൈസ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് നട്ട്സും സവാള ഫ്രൈ ചെയ്തതും മല്ലിയിലയും ഇട്ട് കൊടുത്ത് ഒരു മുട്ടയും വെച്ച് ചൂടോടുകൂടി തന്നെ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈദ് സ്പെഷ്യലായിട്ടുള്ള തലശ്ശേരി ചിക്കൻ ദം ബിരിയാണി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.